ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 19, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ഇന്റർവ്യൂസിൽ. നമ്മളെന്നും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ, എന്നും പ്രാക്ടീസാണ് നമുക്ക് ആവശ്യം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ ജോലിയിലേക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ജെഡിസ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 19 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: സ്പേസ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ടഡ് ബൈ സുഭാൻ ശുക്ല പേഴ്സണിഫൈ ഇന്ത്യ ആസ് വിശ്വബന്ധു ഭാരത്. സുഭാൻ ശുക്ല നടത്തിയ ബഹിരാകാശ പരീക്ഷണങ്ങൾ ഇന്ത്യയെ വിശ്വബന്ധു ഭാരതമായി പ്രതിനിധീകരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് സുഭാൻ ശുക്ല നടത്തിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റും അതോടൊപ്പം തന്നെ യൂണിയൻ മിനിസ്റ്ററിന്റെ പ്രസ്താവനയും. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സുഭാൻഷു ശുക്ല നടത്തിയ ബഹിരാകാശ പരീക്ഷണങ്ങൾ ഇന്ത്യയെ വിശ്വബന്ധു എന്ന് പ്രതിനിധീകരിക്കുന്നുവെന്ന് ആരാണ് പറഞ്ഞത്? കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. കേന്ദ്രത്തിന്റെ സയൻസ് ആയി ബന്ധപ്പെട്ടും സ്പേസ് ആയി ബന്ധപ്പെട്ടും ഉള്ള യൂണിയൻ മിനിസ്റ്റർ ആണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അദ്ദേഹം അറിയിച്ചൊന്നാണ്. അതായത് സുഭാൻ ശുക്ല അദ്ദേഹത്തിന്റെ ബഹിരാകാശ പരീക്ഷണങ്ങൾ അത് ഇന്ത്യയെ വിശ്വബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. സുഭാൻ ശുക്ല നടത്തിയ ബഹിരാകാശ പരീക്ഷണങ്ങൾ ഇന്ത്യയെ വിശ്വബന്ധു എന്ന് പ്രതിനിധീകരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഏത് അവസരത്തിലാണ് പ്രസ്താവിച്ചത്? ആക്സിയം മിഷന് ശേഷം സുഭാൻ ശുക്ല ഇന്ത്യയിലെത്തിയപ്പോൾ. ഇന്ത്യയുടെ ഒരേ ഒരു ആസ്ട്രോണറ്റ് ആണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ യാത്ര ചെയ്തിട്ടുള്ളത്. അത് സുഭാൻ ശുക്ലയാണ്. അദ്ദേഹത്തിന്റെ ആ മിഷന് ശേഷം, ആക്സിയം മിഷൻ 4 എന്ന മിഷന് ശേഷം ഇന്ത്യയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സ്വീകരണവും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതായത് ഇന്ത്യയെ വിശ്വബന്ധു എന്ന് പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗിൻ അറിയിച്ചിട്ടുള്ളത്. സുഭാൻ ശുക്ല നടത്തിയ ബഹിരാകാശ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ആക്സിയം മിഷനിൽ ഏത് മേഖലയിലെക്കുറിച്ചായിരുന്നു? ജീവശാസ്ത്രം, കൃഷി, ബയോടെക്നോളജി, വൈജ്ഞാനിക ഗവേഷണം എന്നിവയിൽ വ്യാപിച്ചു കിടക്കുന്നു. ലൈഫ് സയൻസ്, അഗ്രികൾച്ചർ, ബയോടെക്നോളജി, കോഗ്നിറ്റീവ് റിസർച്ച് എന്നീ മേഖലയിലാണ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിരുന്ന സുഭാൻ ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നടത്തിയ പരീക്ഷണങ്ങൾ. 2025 ഓഗസ്റ്റ് 18 കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറയുന്നതനുസരിച്ച് ഏതു വർഷത്തോടെ ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ചന്ദ്രനിൽ കാലുകുത്തും? 2040. ഇന്നലെയും അദ്ദേഹം ആവർത്തിച്ച ഒന്നായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തുന്ന വർഷം അത് 2040 ആയിരിക്കും. അതിനുവേണ്ടി ഇന്ത്യ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതിനുവേണ്ടിയുള്ള ആ ഒരു പ്രയത്നത്തിലാണ്. അതായത് 2040 ഇന്ത്യ ചന്ദ്രനിലേക്ക് കാലുകുത്തും എന്നുള്ള ആ ഒരു മിഷൻ. ഇന്ത്യ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്ന മിഷൻ ആണ് ഗഗൻയാൻ മിഷൻ. ഇത് 2027 ഇപ്പോൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: The Health Department has issued an alert against primary amoebic meningoencephalitis (PAM). പ്രൈമറി അമീബിയോ മെനിങ്കോ എൻസെഫലൈറ്റിസ്ക്കെതിരെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ കേരള എഡിഷനിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് കേരളത്തിൽ ബാധിച്ചിട്ടുള്ള മെനിങ്കോ എൻസെഫലൈറ്റിസ് പാം എന്ന ഈ ഒരു അസുഖം, ഈ അമീബ, ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. അതായത് ഏറ്റവും അടുത്തായിട്ടൊരു കുട്ടി ഈ ഒരു അസുഖം മൂലം മരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു ന്യൂസ് ആണത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് പാം സംബന്ധിച്ച് കേരളത്തിലെ ഏത് ജില്ലയ്ക്ക് മുന്നറിയിപ്പ് നൽകി? കോഴിക്കോട് ജില്ല. കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്, അതായത് പ്രൈമറി അമീബിയോ മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അമീബ, ഇത് കേരളത്തിൽ അതിപ്പോൾ 3 പേർക്ക് ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. അമീബ എന്ന് പറയുന്ന ഇത് മനുഷ്യനിലേക്ക് എത്തിയതും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസ്താവന വന്നിട്ടുള്ളത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിനെ അതിലേക്ക് ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ഈ അസുഖമാണ് പാം എന്നറിയപ്പെടുന്ന പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കേന്ദ്ര നാഡീവ്യൂഹം, പ്രത്യേകിച്ച് തലച്ചോറും സൂക്ഷ്മനാഡികളും. ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന ഒന്ന് ബ്രെയിൻ ആണ്. ബ്രെയിനിനെ കാർന്ന് തിന്നുന്ന രീതിയിലുള്ള ഒരു അമീബയാണത്. ഇതിനെ പറയുന്നതാണ് പ്രൈമറി അമീബിക് മെനിങ്കോസെഫലൈറ്റിസ് എന്നറിയപ്പെടുന്നു.
പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസിന് കാരണമായ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബയുടെ പേര് നെഗ്ലേറിയ ഫ്ലൗറി. ഇത് തലച്ചോർ തിന്നുന്ന അമീബ എന്നും അറിയപ്പെടുന്നു. പാം എന്ന ആ ഒരു അമീബിക്കിന്റെ ആ കൂട്ടത്തിലെ നെഗ്ലേറിയ ഫ്ലൗറി എന്നറിയപ്പെടുന്ന അമീബയാണ് തലച്ചോർ തിന്നുന്ന ഈ അസുഖം ബാധിക്കുന്നത്. ഈ അടുത്തൊരു കുട്ടി മരിച്ചു, 9 വയസ്സുള്ള കുട്ടി മരിച്ചു. അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ, കുളത്തിലൊക്കെ അധികം ഒഴുക്കില്ലാത്ത വെള്ളത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അമീബയാണ്. അതുകൊണ്ട് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒഴുക്കില്ലാത്ത വെള്ളത്തിലൊന്നും ഒരിക്കലും കുളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മൂക്കിലൂടെയോ അല്ലെങ്കിൽ ചെവിയിലൂടെ കടക്കാൻ സാധിക്കുന്ന ഒരു അമീബയാണ് എന്നാണ് കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, സുപ്രീം കോർട്ട് അപ്പോയിന്റ്സ് ഫോർമർ ജഡ്ജ് ദൂലിയ ആസ് ചെയർപേഴ്സൺ ഓഫ് സെർച്ച് പാനൽ ഫോർ VC. സുപ്രീം കോടതി മുൻ ജഡ്ജി ദൂലിയെ VCക്കായുള്ള സെർച്ച് പാനലിന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് കേരളം ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. KTU, DUK വൈസ് ചാൻസലർമാർക്കായുള്ള സെർച്ച് പാനലിന്റെ ചെയർപേഴ്സണായി സുപ്രീം കോടതി ആരെയാണ് നിയമിച്ചത്? സുപ്രീം കോടതി ജഡ്ജി സുധാൻഷു ധൂലിയ. അതായത് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള 2 യൂണിവേഴ്സിറ്റീസ് ആണ് KTU, DUK. ഈ 2 യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള ആ ഒരു തർക്കം കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടുകയും ഇതനുസരിച്ച് ഒരു സെർച്ച് പാനൽ സംഘടിപ്പിക്കുകയും അതിന്റെ ചെയർപേഴ്സൺ ആയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി സുധാൻഷു ധൂലിയെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. VCക്കായുള്ള സെർച്ച് പാനലിൽ സുപ്രീം കോടതി ഒരു ജഡ്ജിയെ നിയമിച്ച KTUവിന്റെ മുഴുവൻ പേര് എന്താണ്? KTU എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ പേരാണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. DUKയുടെ മുഴുവൻ പേരെന്താണ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി, DUK. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിയും APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലേഴ്സിനെയാണ് അതിന് നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെർച്ച് പാനൽ. ആ പാനലിലെ ചെയർപേഴ്സൺ ആയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി സുധാൻഷു ധൂലിയെ നിയമിച്ചിട്ടുള്ളത് സുപ്രീം കോടതി. ഇത് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ കേരള സ്റ്റേറ്റിന്റെ പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഭവിന പട്ടേൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ESIC ക്രിയേറ്റ്സ് ഹിസ്റ്ററി അറ്റ് ITTF വേൾഡ് പാരാ ഇവന്റ്സ്. ESICയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഭവിന പട്ടേൽ ITTF വേൾഡ് പാരാ ഇവന്റുകളിൽ ചരിത്രം സൃഷ്ടിച്ചു. ഭവിന പട്ടേൽ അഹമ്മദാബാദിലെ എംപ്ലോയ്മെന്റ് സർവീസ് ഇൻഷുറൻസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഈയടുത്ത് US നടന്നിട്ടുള്ള ടേബിൾ ടെന്നീസിൽ ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് ഭാവന പട്ടേൽ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ടേബിൾ ടെന്നീസിലെ വനിതാ സിംഗിൾസ് വിഭാഗത്തിലെ വീൽ ചെയറിൽ ക്ലാസ് 1 മുതൽ 5 വരെ ITTF വേൾഡ് പാരാ റാങ്കിങ്ങിൽ സ്വർണവും വെള്ളിയും നേടിയ ഇന്ത്യയിൽ നിന്നുള്ളയാൾ ആരാണ്? ശ്രീമതി ഭവിന പട്ടേൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് വാർത്തയാണ്. അതായത് ഭവിന പട്ടേൽ അഹമ്മദാബാദിലെ എംപ്ലോയ്മെന്റ് സർവീസ് ഇൻഷുറൻസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഭവിന പട്ടേൽ ആണ് ITTF വേൾഡ് പാരാ ഗെയിംസിൽ വീൽ ചെയർ എന്ന വിഭാഗത്തിൽ സ്വർണവും അതോടൊപ്പം തന്നെ അതേ മത്സരത്തിൽ വെള്ളിയും കരസ്ഥമാക്കിയിട്ടുള്ളത് ഭാവിന പട്ടേൽ. ടേബിൾ ടെന്നീസിലെ വീൽ ചെയർ വനിതാ സിംഗിൾസ് വിഭാഗത്തിലെ ITTF വേൾഡ് പാരാ റാങ്കിംഗ് 2025 ഓഗസ്റ്റ് 9 മുതൽ 13 വരെ എവിടെയാണ് നടന്നത്? സ്പോക്കെയിൻ, വാഷിംഗ്ടൺ, USA വാഷിംഗ്ടണിലുള്ള സ്പോക്കെയിൻ എന്ന സ്ഥലത്താണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 13 വരെ നടന്നിട്ടുള്ള മത്സരം ITTF വേൾഡ് പാരാ റാങ്കിങ്ങിൽ. ഇതിൽ വീൽചെയർ വുമൻസ് സിംഗിൾസ് കാറ്റഗറിയിലാണ് ഭവന പട്ടേൽ സ്വർണം അതോടൊപ്പം തന്നെ മറ്റ് അതേ മത്സരത്തിൽ വെള്ളിയും കരസ്ഥമാക്കിയിട്ടുള്ളത്. വനിതാ വിഭാഗത്തിലെ ലോക റാങ്കിങ്ങിൽ ശ്രീമതി ഭാവന പട്ടേലിന്റെ റാങ്ക് എന്താണ്? പാരാ ടേബിൾ ടെന്നീസ് ക്ലാസ് 1 മുതൽ 5 വരെയുള്ള വനിതാ വിഭാഗത്തിലെ സിംഗിൾസ് 1ാം സ്ഥാനം. ഇന്നിപ്പോൾ വേൾഡ് റാങ്കിങ്ങിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാവന പട്ടേൽ. അതായത് ക്ലാസ് 1 ടു ക്ലാസ് 5 വുമൻസ് കാറ്റഗറി എന്ന ആ ഒരു പാരാ ടേബിൾ ടെന്നീസിലാണ് ഭാവന പട്ടേൽ ഈ റാങ്ക് നേടിയിട്ടുള്ളത്. ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നേവൽ എക്സസൈസ് സ്ലിനെക്സ് 25 എൻഡേഴ്സ് സീ ഫേസ്. നാവിക വ്യായാമം സ്ലിനെക്സ് 25 കടൽ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. സാധാരണയായിട്ട് നേവൽ എക്സസൈസ് 2 ലെവലിലാണ്, ഒന്ന് കടലിലും മറ്റൊന്ന് കരയിലും.
അതിൽ കടലിലുള്ള ആ ഒരു ഫേസ് ആണ് സ്ലിനെക്സ് 25 എന്ന എക്സസൈസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള നാവിക അഭ്യാസമാണ് സ്ലിനെക്സ് 25? ശ്രീലങ്ക ഇന്ത്യയുടെ ഒരു എക്സസൈസ് ആണ് സ്ലിനെക്സ്, അതായത് SLINEX 25. ശ്രീലങ്ക ഇന്ത്യ നാവിക അഭ്യാസത്തിന്റെ 12ാം പതിപ്പ് ഏത് രാജ്യത്താണ് നടക്കുന്നത്? ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 12ാമത്തെ സ്ലിനെക്സ് എന്ന് പറയുന്ന എക്സസൈസ്. ഓരോ വർഷം ഓരോ രാജ്യത്തായിരിക്കുള്ളൂ. 12ാമത്തെ ആ ഒരു എക്സസൈസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയിലാണ്. ഇന്ത്യൻ നാവികസേന അഭ്യാസത്തിന്റെ ഏത് 2 കപ്പലാണ് സ്ലിനെക്സ് 25 നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്? INS ജ്യോതി, ഡിസ്ട്രോയർ INS റാണ. 2 കപ്പൽ ആണ് ഈ ഒരു സ്ലിനെക്സ് എന്ന് പറയുന്ന എക്സസൈസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഫ്ലീറ്റ് ടാങ്കർ ആണ്, അതായത് അവർക്ക് നൽകേണ്ട ഫ്യൂവൽ, അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഐറ്റംസ്, ഹെലികോപ്റ്റർ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കപ്പലാണ് INS ജ്യോതി. അതുപോലെ തന്നെ യുദ്ധക്കപ്പലായിട്ടുള്ള മറ്റൊരു കപ്പൽ INS റാണ. ഈ 2 ഷിപ്പാണ് ഇന്ത്യൻ നേവിയുടെ ശ്രീലങ്ക ഇന്ത്യ എന്ന നേവൽ എക്സസൈസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കൻ നാവിക അഭ്യാസത്തിൽ ഏത് 2 കപ്പലുകളാണ് പങ്കെടുക്കുന്നത്? SLNS വിജയബാഹു, SLNS സയൂര. 2 കപ്പലാണ്, ഒന്ന് വിജയബാഹു, മറ്റൊന്ന് സയൂര എന്നീ 2 കപ്പലാണ് ശ്രീലങ്കയുടെ ഈ ഒരു സ്ലിനെക്സ് എന്ന് പറയുന്ന നേവൽ എക്സസൈസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: ദുബായ് ലോഞ്ചസ് AI പവേർഡ് പാസഞ്ചർ കോറിഡോർ ടു ക്ലിയർ ഇമിഗ്രേഷൻ ഇൻ സെക്കൻഡ്സ്. സെക്കൻഡുകൾക്കുള്ളിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ദുബായ് AI പവേർഡ് പാസഞ്ചർ കോറിഡോർ ആരംഭിച്ചു. ഇന്റർനാഷണൽ ലെവലിലെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തിടെ നിമിഷങ്ങൾക്കുള്ളിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തുന്ന AI പവേർഡ് പാസഞ്ചർ കോറിഡോർ ആരംഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. DXB എന്നറിയപ്പെടുന്ന ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് AI പവേർഡ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് അത് നടത്തുന്ന ഒരു എയർപോർട്ട് ആയിട്ട് മാറിയിട്ടുള്ളത്. സെക്കൻഡുകളിൽ തന്നെ പാസഞ്ചേഴ്സിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് ആണ് ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വേഗത, സുരക്ഷ, സൗകര്യം എന്നിവ സംയോജിപ്പിച്ച് സ്മാർട്ട് ട്രാവൽസ് സാങ്കേതികവിദ്യയിലെ ഒരു പ്രധാന കുതിച്ചുചാട്ടമായ ദുബായ് വിമാനത്താവളം ഏത് സംവിധാനമാണ് ആരംഭിച്ചത്? AI പവേർഡ് കോറിഡോർ, അതിർത്തികളില്ലാത്ത യാത്ര, ട്രാവൽ വിത്തൗട്ട് ബോർഡേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് കോറിഡോർ എന്ന ഈ ഒരു പുതിയ സിസ്റ്റമാണ് ഇപ്പോൾ ദുബായ് എയർപോർട്ട് ആരംഭിച്ചിട്ടുള്ളത്. അതായത് സെക്കൻഡ്സ് തന്നെ എയർപോർട്ടിൽ പാസഞ്ചേഴ്സിനെ ക്ലിയറൻസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള, എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2024 ഏറ്റവും കൂടുതൽ യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റാങ്ക് എന്താണ്? 2ാം റാങ്ക്. ഇന്ന് ലോകത്തെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന എയർപോർട്ട്സ് ആണ് ദുബായ് എയർപോർട്ട്, ലണ്ടൻ ഹെത്രോ എയർപോർട്ട്, അറ്റ്ലാന്റ ഹാറ്റ്സ്ഫീൽഡ് ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയെല്ലാം 2024 കണക്കനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള ഒരു എയർപോർട്ട് ആണ് USA അറ്റ്ലാന്റയിലുള്ള ഹാറ്റ്സ്ഫീൽഡ് ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട്. കൂടാതെ അതോടൊപ്പം തന്നെ ടോപ്പിൽ നിൽക്കുന്ന മറ്റൊരു എയർപോർട്ട് ആണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്, DXB. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. JD's കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.